എന്താ ഇത്ര താമസിച്ചത്? സുഖമല്ലേ? അതൊരിക്കും. ഗോപാല, വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കേ. നമസ്കാരം. നമസ്കാരം. എത്ര നാളായി കണ്ടിട്ട്. സമയം കിട്ടണ്ടേ? ചന്ദ്രശേഖരൻ നായർ എങ്ങനെ? ജോലി തിരക്കൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം? ചെന്നാട്ടെ. സമയായി. കൊണ്ട് ഞാൻ തോറ്റു. എത്ര പ്രാവശ്യം പറയുന്നു കഴിഞ്ഞതിനെ പറ്റി വെറുതെ ഇങ്ങനെ ആലോചിക്കരുതെന്ന്. ഇപ്പൊ കരയാൻ കാരണം എന്തുണ്ടായി? ഇല്ല, ഞാൻ കരഞ്ഞില്ല. ഇല്ല, ചിരിക്കുകയായിരുന്നു. വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കിയാണ്. ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാല് സുഖമാവുമോ? ഞാൻ ഇന്ന് ഡോക്ടറോട് തീർച്ചയായും പറഞ്ഞു കൊടുക്കും. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ ഇവളെ ഉപദേശിക്കാൻ. ഞാൻ പറഞ്ഞു തോറ്റു. കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷമായിരുന്നാൽ പകുതി സൂക്കേട് ഭേദമാകും. ഡോക്ടർ മേനോൻ നിന്നോട് തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി എന്റെ പേര് ഇവിടെ ആരോ പറഞ്ഞു. അതെ, ഡോക്ടർ നല്ല സമയത്ത് തന്നെ പറഞ്ഞു. ഡോക്ടർ, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഗീതയുടെ തലയിൽ കയറുകയില്ല. ഏത് നേരത്ത് നോക്കിയാലും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണം. അച്ഛൻ പറഞ്ഞത് ശരിയാണോ ഗീത? എങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗീത ഈ വീട്ടിൽ ഓടി നടക്കുന്നത് കാണാനാണ് ഞാൻ ഈ പാടുപെടുന്നത്. പിന്നെ ഇത്ര വിഷമിക്കുന്നു? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. മേലാൽ ഞാനിത് കണ്ടുപോകരുത്. മോളെ, വേഗം പോയി ചായ കൊണ്ടുവരും. ഡോക്ടർ ഇരിക്കും. ഡോക്ടർ, എന്നോട് തുറന്നു പറയാമല്ലോ, ഇവളുടെ കാല് ഭേദമാകും. എന്താണ് അഭിപ്രായം? മിസ്റ്റർ നായരോട് തുറന്നു പറയുന്ന വിരോധമൊന്നുമില്ല. ആശയ്ക്കത്ര വഴിയൊന്നുമില്ല. ഡോക്ടർ പ്രസാദും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കാം. ഏറ്റവും പ്രധാനമായി സുഖമാകാത്ത രോഗമാണെന്ന് അവളെ അറിയിക്കാതിരിക്കുക. ഈ കാര്യം അവൾ അറിഞ്ഞാൽ മറ്റു വല്ല രോഗത്തിനും കൂടി ചികിത്സിക്കേണ്ടി വരും. ഗീത എവിടെ? ഒളിച്ചു നിൽക്കാണല്ലേ? അത് ഗീതയെ കൊണ്ട് ഞാൻ ഒരു ദിവസം ഇവിടെ ഡാൻസ് ചെയ്യിപ്പി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? നായർ, ഞാൻ വരട്ടെ. കണ്ടിട്ട് പറയാനാളായല്ലോ. കുറച്ച് ബിസ്ക്കറ്റ് ഒരു ചായയും കൊണ്ടോ? ശരി സാർ.